ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി വിൽപ്പന റെക്കോർഡിലേക്കെന്ന സംസ്ഥാന ലോട്ടറി വകുപ്പ് 30 ലക്ഷത്തിൽ പരം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയത്. സമ്മാന തുകയിലുണ്ടായ മാറ്റം ഇത്തവണത്തെ ലോട്ടറി വിൽപ്പനയിൽ വൻ കുതിപ്പുണ്ടാക്കി. ഈ മാസം 24-നാണ് ബമ്പറിന്റെ നറുക്കെടുപ്പ്. മുൻവർഷത്തേക്കാൾ റെക്കോർഡ് വർധനയാണ് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി വിൽപ്പനയിലുള്ളത്. ഏറ്റവും കൂടുതൽ ലോട്ടറി വിൽക്കുന്നത് പാലക്കാടാണ്. രണ്ടാം സ്ഥാനം എറണാകുളവും മൂന്നാം സ്ഥാനത്ത് തൃശൂരുമാണുള്ളത്. 20 കോടി രൂപയാണ് ഇത്തവണ ഒന്നാം സമ്മാനം. 20 പേർക്ക് 1 കോടി രൂപ വീതമെന്ന രണ്ടാം സമ്മാനവും ബമ്പറിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. 30 പേർക്ക് 10 ലക്ഷം രൂപ വീതം നൽകുന്ന മൂന്നാം സമ്മാനവും 20 പേർക്ക് 3 ലക്ഷം രൂപ വീതം നൽകുന്ന നാലാം സമ്മാനവും 20 പേർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനവും തുടങ്ങി അവസാന 4 അക്കത്തിന് 400 രൂപ വരെ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളുമുണ്ട്. സമ്മാനത്തുകയിലുണ്ടായ മാറ്റം ഇത്തവണത്തെ ലോട്ടറി വിൽപ്പനയിൽ വൻ കുതിപ്പുണ്ടാക്കിയെന്നും ലോട്ടറി ഉടമകൾ. അവസാന സമയത്ത് നമ്മുടെ സെയിൽ കയറുന്നത് നോർമൽ ഇങ്ങനെ പോകും. പക്ഷേ അവസാന സമയമാകുമ്പോൾ 24-ാം തീയതി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. 3,88,840 സമ്മാനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന് ഉണ്ടായിരുന്നത്. മുൻവർഷത്തേക്കാൾ 3,02,460 സമ്മാനങ്ങളാണ് ഇക്കുറി ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതോടെ ഇത്തവണയുള്ളത് ആകെ 6,91,300 സമ്മാനങ്ങൾ. 400 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില. ഒന്നാം സമ്മാനാർഹമാകുന്ന ടിക്കറ്റിന്റെ മറ്റ് 9 സീരീസുകളിലെ അതേ നമ്പറുകൾക്ക് സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.